എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടിയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാൻ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ബീട്രൂട്ട് തന്നെയാണ്. ഞാനിവിടെ 2 ബീട്രൂട്ട് ഇതുപോലെ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കടായിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനായി ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത്രയും വെള്ളം പിന്നെ വറ്റിക്കേണ്ടി വരും. ഈ സമയത്ത് തന്നെ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്രയും ഉപ്പ് നമ്മൾക്ക് തികയില്ല. ഇപ്പോൾ ഇത്രയും ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമില്ല. ഈ സമയം കൊണ്ട് തേങ്ങ അരപ്പ് കൂടി നമുക്ക് തയ്യാറാക്കി എടുക്കണം. ഇതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ല. ഒരുപാട് തേങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ബീട്രൂട്ട് പച്ചടിയുടെ കളർ നല്ലതുപോലെ ലൈറ്റായി പോകും. അതുകൊണ്ടാണ് 1/2 കപ്പ് അളവിൽ മാത്രം തേങ്ങ ചിരകിയത് മാത്രം എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി, പച്ചമുളക് നടുവേ കീറിയത്, കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മളുടെ ബീട്രൂട്ട് വേവിക്കാൻ വെച്ചത് 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബീട്രൂട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ തേങ്ങ അരച്ച് വെച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് വെള്ളമൊന്നും നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ ഒരു 3 മിനിറ്റ് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ പച്ചമണം ഒക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളുടെ മെയിനായിട്ടുള്ള തൈരാണ്. നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അളവിൽ തൈര് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുത്തതാണ്. അപ്പോൾ ഇച്ചിരി കട്ടി തൈരാണെങ്കിൽ ഇതൊന്ന് അരച്ചെടുക്കുന്നതാണ് നല്ലത്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് മതിയാകും. പുളി കുറവുള്ള തൈരാണെങ്കിൽ നമ്മൾക്ക് അതിനനുസരിച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് താളിപ്പ് കൂടി ചേർക്കാനുണ്ട്. താളിപ്പ് കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ ബീട്രൂട്ട് പച്ചടി കറക്റ്റ് ആവുന്നത്. ഇനി ഒരു കടായിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയുമാണ്. ഇതിനി നമുക്ക് ബീട്രൂട്ട് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അതെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.